റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി. റിപ്പോ നിരക്ക് 5.5% നിലനിർത്തുവാൻ ഏകകണ്ഠമായി തീരുമാനിച്ചതായി 3 ദിവസത്തെ MPC യോഗത്തിനു ശേഷം സെൻട്രൽ ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു. കൂടാതെ ന്യൂട്രൽ നിലപാട് നിലനിർത്തിയിട്ടുണ്ട്. നിലവിലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു നയപ്രഖ്യാപനം. ഉപഭോക്തൃ വിലക്കയറ്റം ലഘൂകരിക്കുന്നതിനിടയിൽ RBI റിപ്പോ നിരക്ക് ഈ വർഷം ആദ്യം 3 ഘട്ടങ്ങളിലായി 100 ബേസിസ് പോയിന്റുകൾ കുറിച്ചിരുന്നു. ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം $700.2 ബില്യൺ ഇത് 11 മാസത്തെ ഇറക്കുമതിക്ക് പര്യാപ്തമാണെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 2026 സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പം 2.6% പ്രതീക്ഷിക്കുന്നതായും ആദ്യ പാദത്തിലും 3-ാം പാദത്തിലും ഇത് 1.8%, 4-ാം പാദത്തിൽ 4% RBI ഗവർണർ പറഞ്ഞു. 2027 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദം പണപ്പെരുപ്പം 4.5% RBI ഗവർണർ പറഞ്ഞു. സെപ്റ്റംബർ 29 ആരംഭിച്ച 3 ദിവസത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി അവലോകനത്തിന് ശേഷമാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മാധ്യമങ്ങളെ കാണുന്നത്. ഈ വർഷത്തെ യഥാർത്ഥ DGP വളർച്ച ഇപ്പോൾ 6.8% പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ പ്രവചിച്ചിരുന്നത് 6.5% ആയിരുന്നു. ആഗോള വ്യാപാര പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതും താരിഫ് വർധനവും പോലുള്ള കാര്യങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കാൻ സാധ്യതയുണ്ട്. GST ഇളവുകൾ പോലുള്ള ആഭ്യന്തര പരിഷ്കാരങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ പ്രതിരോധശേഷി കാണിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾ അനിവാര്യമാണെന്നും RBI ഗവർണർ പറഞ്ഞു.